കേരളമാകെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മതേതര ജനവിഭാഗങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആ അഭ്യർത്ഥന 100% കാര്യമാണ്. ഒരു കോടി അഴിമതി കാട്ടിയ മാണി മന്ത്രിസഭയിൽ ഇപ്പോഴില്ല. പിന്നെ 5.5 കോടിക്കാരും 10 കോടിക്കാരും എല്ലാം മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നാണ് LDF കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഇത് കേരളമാകെയുള്ള അഴിമതിക്കെതിരായ അതിശക്തമായ പ്രക്ഷോഭണമായിട്ടാണ് ഉയരാൻ പോകുന്നത്. ഈ അഴിമതിയെ സംബന്ധിച്ച്, ബാർക്കോഴ അഴിമതിയെ സംബന്ധിച്ച് ആഭ്യന്തരകാര്യമന്ത്രി അതിന് ന്യായം പറഞ്ഞിട്ടുള്ളത് ചെന്നിത്തലയുടെ ന്യായം ഇത് ക്വിക്ക് വെരിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല, സാധാരണ അന്വേഷണമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ അന്വേഷണമേ ആഭ്യന്തരകാര്യമന്ത്രി ശ്രീമാൻ ചെന്നിത്തല പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. എന്തുകൊണ്ടാണ് ക്വിക്ക് വെരിഫിക്കേഷൻ പറയാത്തത്? ക്വിക്ക് വെരിഫിക്കേഷനും സാധാരണ വെരിഫിക്കേഷനും ഒന്നാണെങ്കിൽ തൃശൂരിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസ് കോടതി ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്ന് ഉത്തരവിടാൻ കാര്യമെന്ന്. അപ്പോൾ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടി ക്വിക്ക് വെരിഫിക്കേഷൻ പറയാതിരുന്നതാണ് എന്ന് വ്യക്തമല്ലേ? ആഭ്യന്തരകാര്യമന്ത്രി മന്ത്രിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൈക്കൊള്ളുന്ന നാണം കെട്ട സമീപനത്തിന് തെളിവല്ലേ അത്? അതിന്റെ ഫലമായി ആഭ്യന്തരകാര്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോ 2 തട്ടിലാണ്. ജെയ്കെ തോമസ് ഇത് അഴിമതി തന്നെയാണ് എന്ന് പറയുമ്പോൾ സെൻകുമാർ എന്ന് പറയുന്നു ഞാനാണ് പറയുന്നത്, സർക്കാരിനെ ന്യായീകരിക്കാനാണ്. ഇങ്ങനെ പോലീസ് വകുപ്പ് തന്നെ 2 തട്ടിൽ, ഗവൺമെന്റ് തന്നെ 2ഓ 3ഓ തട്ടിൽ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അഴിമതി ആക്ഷേപം മാത്രമാണോ? ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച് 6-7 പേരുടെ പേരിൽ മന്ത്രിമാരും അല്ലാത്തവരും എംപിമാരും എല്ലാമുള്ള അവരെ പറ്റിയുള്ള ആക്ഷേപമുണ്ട്. എങ്കിലും ഞാൻ അസംബ്ലിയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ആക്ഷേപം ശരിയല്ലാതെ വരട്ടെ എന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപം വന്നില്ലേ? വല്ലാരിടയാക്കിയ ഒരു അവസരം ഉണ്ടാക്കിയത് ആരാണ്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ? ഈ കേരളത്തിൽ EMS നമ്പൂതിരിപ്പാട്, അച്യുതമേനോൻ, EK നയനാർ, AK ആന്റണി വരെയുള്ള ആളുകൾ ഭരിച്ചില്ലേ? പിന്നെയും ഭരിച്ചിട്ടുണ്ട്. ഇവരെ ആരെയെങ്കിലും പറ്റി ഈ നാണം കെട്ട അഴിമതി ഉണ്ടായിട്ടുള്ളോ മിസ്റ്റർ ഉമ്മൻചാണ്ടി? അദ്ദേഹത്തിന്റെ കോട്ടയത്ത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചാണെങ്കിൽ പ്രശ്നമില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അഴിമതിക്ക് പുറമെ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഉയർന്നിരിക്കുകയാണ് എന്ന കാര്യം മിസ്റ്റർ ഉമ്മൻചാണ്ടി ആലോചിക്കുന്നുണ്ടോ? ലജ്ജ 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 എന്ന് പറയുന്നുള്ളത് ആ 2 അക്ഷരത്തിന് വല്ല വിലയുമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുമായി തുടരാൻ എന്താണ് അവകാശം? അതുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതിരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പറയുവാനുള്ള ന്യായമെന്ത്?
അതേപോലെ തന്നെ തൃശൂർ കോടതി ക്വിക്ക് വെരിഫിക്കേഷനും സാധാരണ വെരിഫിക്കേഷനും രണ്ടാണ് എന്നിന്ന് കാണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനടി തന്നെ ബാബുവിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങണമെങ്കിൽ മിസ്റ്റർ ചെന്നിത്തല ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കേസെടുക്കാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ അനുസ്മരിപ്പിക്കുന്നു. എങ്ങനെയെല്ലാം ശ്രമിച്ചാലും ഈ നാണക്കേട്ടിൽ നിന്നൊഴിയാൻ മന്ത്രിമാർ തമ്മിൽ ഒരുത്തനെ രക്ഷിക്കാൻ മറ്റൊരുത്തനും പോലീസ് ഓഫീസർമാർ തമ്മിൽ സർക്കാരിനെ ന്യായീകരിക്കാൻ ഒരാളും സർക്കാരിന്റെ തെറ്റുകളാണ് അഴിമതിയാണെങ്കിൽ അത് ആര് തന്നെ കാട്ടിയാലും ശരിയല്ലെന്ന് മറ്റൊരു ഓഫീസറും പറയുന്ന സാഹചര്യത്തിലേക്ക് ഗവൺമെന്റിനെ തന്നെ പാരലൈസ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുക. അതുകൊണ്ട് ഈ നാടിന്, കേരളമെന്ന നാടിന് അതിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ആവശ്യം രാജിവെച്ച് പുതിയ മന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ അവസരമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയോ ചെയ്യുകയാണ് വേണ്ടതെന്ന ന്യായമായ ആവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആ ആവശ്യത്തിന്റെ പിന്നിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ അണിനിരക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദനം.